രാത്രി പൂച്ചക്കുട്ടന്മാരെ കൂട്ടിലേക്കാക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ. സിറ്റ് ഔട്ടിൽ ഇത് ഒരു മൂലക്ക് ഒരാൾ തണുത്ത് വിറങ്ങലിച്ചെടുക്കുന്നു. ഉമ്മി വേഗം തന്നെ ഒരു തുണി എടുത്തിട്ട് വാന്ന് പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് ഞാൻ വെള്ള തുണി എടുത്തുകൊണ്ട് വന്നും സിയെക്കൂട്ടി കറക്റ്റായിട്ട് ഡെഡ് ബോഡീനെ പതിപ്പിക്കണ പോലെ നമ്മുടെ വാലാട്ടീനെ പതിപ്പിച്ച് കൊടുത്തിട്ടോ. അത് കണ്ടിട്ട് വാലാട്ടി തലയുയർത്തി വെച്ച് നോക്കിയും ചത്തട്ടില്ലടി, കുറച്ച് ജീവനെങ്കിലും ബാക്കിയുണ്ട്, നീയൊക്കെ കൂടി എന്നെ കൊല്ലുമോ എന്നുള്ളൊരു മട്ടിയിൽ നോക്കിയിരിക്കണം കേട്ടോ. പാവമാണെങ്കിൽ മഴയൊക്കെ നനഞ്ഞ് ചീഞ്ഞുണ്ടോ വന്നേക്കണം. വേനൽ മഴ ആദ്യമായി പെയ്തിറങ്ങിയ ദിവസം കേട്ടോ. ഇവനും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല മഴ പെയ്യുമെന്നും. അപ്പോൾ പുറത്തെവിടെയായിരുന്നു, ഉള്ള മഴ മൊത്തം നനഞ്ഞ് ചീഞ്ഞാട്ടോ വന്നിരുന്നത്. എന്തായാലും കൃത്യസമയത്ത് ഞങ്ങൾ കണ്ടാരണം ദേ ആളൊന്ന് റിലാക്സ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ തുണിയും പുറത്തിട്ടിട്ട് നടക്കുകയായിരുന്നു കേട്ടോ അതിൽ കൂടെ. പിന്നെ കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു. ഫുഡ് അടി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ടീച്ചറിനെ കൊതുകിനെയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കിടക്കാൻ നേരപ്പോൾ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും ആളവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ വാലാട്ടീനെയും തപ്പി വന്ന ഞങ്ങൾ കണ്ടത് ദേ വാലാട്ടി 2 പിള്ളേരാണ് കേട്ടോ. വാലാട്ടി ഇന്നലെ രാത്രി 2 പിള്ളേർ ഇവിടെ ആക്കിയിട്ട് മുങ്ങിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. മക്കളെ, നിങ്ങളിവിടെ സേഫാണ്, ബാക്കിയുള്ളതിനെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടേ ആക്കാം, നിങ്ങളിവിടെ തങ്ങിക്കോ എന്നും പറയും. ഇതുങ്ങളിവിടെ കൊണ്ടുവന്നാക്കിയിട്ട് വാലാട്ടി മുങ്ങിയിട്ടുണ്ട്. ആടി കിടന്നിടത്ത് പൂട പോലും ഇല്ല എന്ന് പറയണ പോലത്തെ ഒരു അവസ്ഥയിൽ പോയിട്ടോ. വാലാട്ടി പിന്നെ ഈ പരിസരത്തേക്ക് വന്നിട്ടേ ഇല്ല കേട്ടോ. നമ്മുടെ ചുട്ടുമണിയാണ് ആ ഇരിക്കുന്നത്. എന്തായാലും കൊണ്ടുവന്നാക്കിയതല്ലേ, കുറച്ച് പാല് കൊടുത്തേക്കാം, വിശക്കുന്നുണ്ടാവും പിള്ളേർക്ക്. നേരെ രാവിലെ തന്നെ ഞാൻ കുറച്ച് പാല് തിളപ്പിച്ച് കൊണ്ടുവന്ന് കൊടുത്തും. 2 പേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. മത്സരിച്ചായിരുന്നു പാലുകൂടിയെങ്കിലും ഉണ്ടായിരുന്നു. നമ്മുടെ ചുട്ടുമണിയുടെ ദേഹം നിറയെ ചെള്ളായിരുന്നു കേട്ടോ. ബാക്കി എല്ലാത്തിൻ്റെ മേത്ത് ഉണ്ടായിരുന്നു. വാലാട്ടിയുടെ അടക്കം മേത്ത് ചെല്ലുണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ, ചുട്ടുമണിയുടെ മേത്ത് ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ. അവൻ്റെ ചെവിട്ടിലേക്ക് എന്തോ പോയിട്ട് അവൻ അവിടെ നിന്ന് ചൊറി കുത്താൻ പോയിക്കായിരുന്നു. ചൊറി കൂത്തി തിരിച്ചു വന്നപ്പോഴത്തേക്കും മറ്റവനാണെങ്കിൽ ആ പാല് മൊത്തം കാലിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് അവൻ അവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ സിറ്റ് ഔട്ട് അമ്മയും മക്കളും കൂടി ചേർന്നിട്ടാണെങ്കിൽ ആകെ കൊള്ളാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇരിക്കണ കാരണം തന്നെ എനിക്ക് അടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പം അന്ന് പിള്ളേരുള്ള സമയമായത് കാരണം പിള്ളേർ എന്നെ ഹെൽപ്പ് ചെയ്യോട്ടെ ഇപ്പം. അപ്പം ഐശക്കുട്ടി എന്നെ അവിടെ ഹെൽപ്പ് ചെയ്യണം, അതൊക്കെ അടിച്ച് ഹെൽപ്പ് ചെയ്യണം. ഇവിടെ ചുട്ടുമണി പാലിൻ്റെ ബാക്കി അംശവും കൂടി തോണ്ടിയെടുക്കുന്നുണ്ട്. ഇവിടെ ഒരുത്തനാണെങ്കിൽ നേരായിട്ടുള്ള വഴി ഉണ്ടെങ്കിലും അതിലൊന്നും ഒരു ത്രില്ലില്ല. എനിക്ക് വളഞ്ഞ വഴിയാണ് ഇഷ്ടമെന്നും പറഞ്ഞിട്ടുള്ള ചെടിയുടെ മേളിൽ കൂടെ കയറി ചൊറിയൊക്കെ കുത്തിപ്പോയി അവിടെ ഇവിടെയൊക്കെ തലയും കുത്തി വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്ര കഷ്ടപ്പെട്ട് ഇവൻ ഇത് എവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം 2 സാധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവൻ്റെ കാര്യപരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം മറ്റവനെയും വിളിച്ചുകൊണ്ടേ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ദൂര സ്ഥലത്ത് തന്നെ പോയി കാര്യം സാധിച്ചോണമെന്നും പറഞ്ഞ്. എന്തായാലും ഡീസൻറ്റ് മക്കളാണ്. ഇവിടെ നമ്മുടെ ചുട്ടുമണിയാണെങ്കിൽ പപ്പൂസിനെ പരിചയപ്പെടാൻ വന്നപ്പോൾ പപ്പൂസിന് ഇഷ്ടപ്പെട്ടില്ല. കണ്ടിട്ടില്ല പിള്ളേർ എൻ്റെ അടുത്തെങ്കിലും മിണ്ടാൻ വരണ്ടെന്നും പറഞ്ഞിട്ട് പൊക്കത്തേറിയിരിക്കുന്നുണ്ട്. മാളവ്യ പീപ്പി ഇവരെ ആദ്യമായിട്ട് കണ്ട അമ്പരപ്പിലാണ് കേട്ടോ. ഇവിടെ പാലുകൂടിയും 1, 2 സാധിച്ച് കഴിഞ്ഞിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് 2 കൂടി. ഉറക്കം കാണാൻ നല്ല രസമല്ലേ. ഞാൻ നേരത്തെ പറയും ചെള്ളുണ്ടോ മതി അവൻ്റെ വയറ്റിലേക്ക് നോക്കി നിറയെ കിടന്ന് പായാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മക്കളെ കാണാൻ വാലാട്ടി വിസിറ്റിംഗ് നടത്താറുണ്ട് കേട്ടോ. അങ്ങനെ 2ാമത്തെ ട്രിപ്പിലുള്ള പിള്ളേർ ഇവിടെ ആക്കി സന്തോഷത്തിൽ നമ്മുടെ വാലാട്ടി ഇതേ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.